ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ക്ലീനിങ് ആക്കാം കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ രാവിലത്തെ ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെക്കണം. പിന്നെ അപ്പോൾ ഉച്ചക്കുള്ള ഫുഡൊക്കെ ആയിട്ട് കേട്ടോ ഞാൻ ഒരു ക്ലീനിങ്ങിന് നിൽക്കണത്. ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇന്ന് മീനും ഉണ്ട്, അതേപോലെ തന്നെ കൈപ്പക്ക ഉപ്പേരി ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇന്നലത്തെ വാഴക്ക ഉപ്പേരിയിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഉച്ച സമയം അങ്ങനെ പോകും. ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും അതിൻ്റെ എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ പോയത് പിന്നെ ഹെസമോളെ കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ടോ. ഓളെ കുളിപ്പിച്ച് കൊടുന്നു, തല കഴുകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുടി ഒന്ന് ഒതുക്കി കെട്ടി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുക കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു സമയം 10-10:15 ആയിട്ടുണ്ടാവും. കാരണം ഇസു പോയതിന് ശേഷം പിന്നെ വേഗം പണികൾ ഒരുങ്ങിയിട്ട് ഇന്ത്യ ഹെസമോളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നേരത്തെ പണികളൊക്കെ ഒരുങ്ങി. ഓൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഓളെ മുടിയിൽ തൊടുന്നത്. കാരണം ഓൾക്ക് മുടിയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓൾക്ക് ജലദോഷമോ കാര്യങ്ങളോ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ചിട്ടാട്ടോ ഞാൻ തല നനച്ചു കൊടുക്കും ചില സമയങ്ങളിലൊക്കെ. പക്ഷേ എണ്ണ തേച്ച് കൊടുക്കലില്ല. അതുകൊണ്ട് തന്നെ മുടിയിലൊക്കെ ചെറുതായി കെട്ട് വരൽ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഓൾക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ ഞാൻ പതുക്കെ തന്നെ ഉള്ളു വായിരുന്നത്. പക്ഷേ ഓൾക്ക് അതും കൂടി ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഒരുവിധം ഓള് നിന്നിരുന്നുണ്ട് കേട്ടോ. ഓൾക്ക് ഒരുങ്ങി മാറ്റുക എന്ന് പറഞ്ഞാൽ ഓൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഓളെ വിചാരം എവിടേക്കെങ്കിലും പോകുക എന്നുള്ളൊരു കാഴ്ചപ്പാടാട്ടോ. മാറ്റി ഒരുങ്ങി കഴിഞ്ഞാൽ അപ്പം എന്നാൽ അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ഓള് നിന്ന് തരുന്നതും. എവിടേക്കും പോകണമെന്നില്ല കേട്ടോ. ഞാൻ ഹെസമോളെ കുളിച്ച് അതുപോലെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഓൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പം ഇപ്പോഴും ആള് സങ്കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. മുടി കെട്ടുന്നതും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ വരുത്തായിട്ടൊന്നുമല്ല, ഞാൻ പതുക്കെ തന്നെയാണ് ഒക്കെ ചെയ്തു കൊടുക്കണത്. ഓൾക്കങ്ങോട്ട് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ഹെസമോൾ എന്നോട് ചോദിച്ചു പോവല്ലേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കഞ്ഞി കുടിച്ചിട്ട് പറഞ്ഞു. അപ്പം അതിനൊന്നും ഇഷ്ടമല്ലാതെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വളരെ വിചാരം പോകുന്നതാണ് എവിടേക്കെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ. അപ്പം എന്നാലും കുഴപ്പമൊന്നുമില്ല. കഞ്ഞി ഒരു സമയം 10-10:15 കഴിക്കണു. അപ്പം ഞാൻ കഞ്ഞി കൊടുത്തിട്ട് വേണം ഓളെ ഉറക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം ഹെസമോളെ കഞ്ഞിയുടെയൊക്കെ ഒരു വിധം ആയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീൻ പൊരിച്ച് കുറച്ച് പിന്നെ അതേപോലെ ഹെസമോളെ ഉറക്കും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അപ്പം ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെസമോളെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവൾ കിടന്നു കേട്ടോ. അവൾ കഞ്ഞി കൊടുത്തേക്ക് അവളെ ഉറക്കിയേനി. അപ്പം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ എല്ലാതും ആവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനെന്നാൽ ഉച്ചക്കത്തെ ഭക്ഷണം ഞാൻ വേഗം കഴിച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഫോണും അങ്ങനെ ഇരിക്കുക കേട്ടോ. അതേപോലെ തന്നെ അമ്മക്കൊന്ന് വിളിക്കുവാണ്, വാട്സപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കുക. അതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഹെസമോൾ ഉറങ്ങി നീച്ചു. അപ്പോൾ പിന്നെ ഓൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കട്ടെ ഞാൻ ഉച്ചക്കത്തെ. എവിടേക്കും പോണില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഹെസമോൾ ആ ഡ്രസ്സൊക്കെ ഊരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാ ഡെയിലി യൂസ് ആണ് ഫ്രോക്ക് തന്നെ പെട്ടിക്കണത്. മറ്റേത് കുറച്ച് പുതിയത് വേണമെന്ന് പറഞ്ഞപ്പോൾ കുളി കഴിഞ്ഞ സമയത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് ഞാൻ. സ്കൂളിൽ വിട്ട് വന്ന സമയത്ത് ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവലുണ്ടായിരുന്നു. അപ്പം അത് പഞ്ചസാര തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടോ. അപ്പോൾ എനിക്കത് എല്ലാം ഇഷ്ടമായിക്കണു ഇസോന്. ഇപ്പം ഏകദേശം മരിപ്പായ സമയത്താണ് ഞങ്ങൾ ഈ മുറ്റത്തിറങ്ങി നടക്കുന്നത്. അങ്ങനെ ഈ ഒരു വീഡിയോ അവിടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ രാവിലെ എണീച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഞാൻ 2 ദിവസത്തെ വീഡിയോസ് അങ്ങനെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടോ, ഓരോന്നായിട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 ദിവസത്തെ പാട് ഇട്ടതാണ്. അങ്ങനെ രാവിലെ എണീറ്റ സമയത്ത് തന്നെ ഇന്ന് അപ്പം കടലക്കറിയൊക്കെ തന്നെ ഉണ്ടാക്കണത്. വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണ് എല്ലാവർക്കും മടുപ്പ് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 വീഡിയോസ് ഒരുമിച്ചാക്കിയത്. ഭക്ഷണം വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, അതപ്പോൾ കഴുകിയും കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇസൂന് എന്താണ് സ്കൂൾക്ക് അപ്പം കൊടുത്തേക്കാന്ന് കേട്ടോ വിചാരിക്കണത്. കറി ഉണ്ടാവുമ്പോൾ എപ്പോഴും പറയും സ്കൂൾക്ക് അപ്പം മതി. അപ്പം ഇനി തേങ്ങ അരച്ച് പറഞ്ഞ് കടലക്കറി ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ ഇസൂന് സ്നാക്സ് ആയിട്ട് വത്തക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എന്താണ് ചെറുതാക്കി കട്ട് ചെയ്യാണ്. റെഡി ആയിട്ടില്ല കേട്ടോ. എന്താണ് ദോശയാണെന്നുണ്ടെങ്കിൽ നല്ല റെഡി ആവലുണ്ട്. സാധാ അപ്പാണെന്നുണ്ടെങ്കിൽ ഗ്യാസമ്മ അപ്പം ചൂടാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് റെഡി ആവലില്ല. അങ്ങനെ നേസമോൾക്ക് ചായ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓള് ഫോണുമ്പോൾ നല്ല കളിയിലാണ്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഞാനത് മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇസോനെയൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താണ് തിരുമ്പാൻ വേണ്ടി പോവാണ്. അങ്ങനെ തിരുമ്പലും കഴിഞ്ഞ് വന്ന സമയത്ത് ഹെസുമോൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി വീണ്ടും 10 മണി ആയിക്കണ്. 10 മണി കഴിഞ്ഞിക്കണ്. മോൾക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. ഇന്ന് ഉച്ചക്ക് പ്രത്യേകിച്ചൊരു കൂട്ടാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇസൂന് അപ്പാക്കിയതുകൊണ്ട് തന്നെ ഉച്ചക്കുള്ള കൂട്ടാനും കാര്യങ്ങളും ഒന്നും അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് കോഴിമുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് കോഴിമുട്ട എന്താണ് അതിൽ വറുക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂൾ പഠിച്ച സമയത്ത് ഒരു കൂട്ടാൻ നല്ലോണം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഇന്ന് കിട്ടണില്ല. എന്തായാലും ഇപ്പോഴത്തെ ഭക്ഷണവും കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കുമ്പോൾ വെള്ളമില്ല കേട്ടോ. പൈപ്പിൽ വെള്ളം കഴിഞ്ഞിരിക്കണം. അപ്പോൾ മോട്ടറൊക്കെ ഇട്ട് എല്ലാറ്റിനും വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം 4 മണിയായ സമയത്ത് ഇസു വരുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ ജ്യൂസ് അടിച്ച് വെക്കുന്നുണ്ടായിരുന്നു. കാരണം വത്തക്ക ഉണ്ടായിരുന്നു. കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ജ്യൂസ് അടിച്ച് വെക്കാം കേട്ടോ. ഓനക്ക് സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ വിചാരിച്ചിട്ട്. ഓനക്ക് മാത്രമല്ല ഹെസമോൾക്കും ഉണ്ട്. അപ്പം അതിങ്ങനെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം ഇത് കഴിഞ്ഞിട്ട് അരി അരക്കും വേണം കേട്ടോ. അപ്പോൾ ഓന് വരുന്നതിൻ്റെ മുന്നേ എല്ലാ പണിയും ചെയ്ത് വെക്കും ഞാൻ.
അരി ഒന്ന് അരച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി കുറച്ച് ലേശം തേങ്ങ ചിരകിയിട്ട് ഇടാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലേശം ചിരകിയിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാന്ന് എന്നാൽ പാലപ്പം പോലെ ആവുമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ കൂട്ടി വെക്കുകയാണ് കേട്ടോ ഞാൻ നാളേക്കിന്. ലേശം അരിയിൽ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ ഏകദേശം ഒരു ഇതൊക്കെ വന്നതിന് ശേഷം മൈരിബിൻ്റെ മുന്നേ ഹെസമോൾക്ക് വിശക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് ലേശം ചോറ് കൊടുത്തുകൊണ്ടിരിക്കണേന്. ഉച്ചക്ക് കോഴിമുട്ടയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇസുവാണെന്നുണ്ടെങ്കിൽ അപ്പം കൊണ്ടുപോയി. പിന്നെ വൈകുന്നേരത്തേക്ക് മീനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈരും മീനും കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഹെസമോൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ഓക്കെ ബൈ.